അനുവേടൻ ഭയങ്കര ഫാമിലി മാനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചോദ്യം. കാരണം ഞാൻ പലപ്പോഴും ഗവർണറിനോട് കാണുന്ന. അപ്പോൾ ആ അർത്ഥത്തിലാണ് എൻ്റെ ചോദ്യം. ഈ നെക്സ്റ്റ് ജനറേഷനെ നിങ്ങൾ ബിസിനസ്സിലേക്ക് അവരെ കൾട്ടിവേറ്റ് ചെയ്യാൻ, എഡ്യൂക്കേറ്റ് ചെയ്യാൻ, ഗൈഡ് ചെയ്യാൻ, ലീഡ് ചെയ്യാൻ, അവർക്ക് ലീഡർഷിപ്പ് കൊടുക്കാൻ എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ ഇവരൊക്കെ നവാസ് പറഞ്ഞ ടിക്കറ്റ് പോയി. ഇവിടെ നവാസ് പറഞ്ഞ മാതിരി തേർഡ് ജനറേഷനിലേക്ക് ഞാനും കടന്നു കഴിഞ്ഞു. ഈ ട്രാൻസിഷൻ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഫൗണ്ടർ തുടങ്ങിയ കാലത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും വിദ്യാഭ്യാസമൊന്നും ഉണ്ടാവണമെന്നില്ല, പക്ഷെ സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും വിശ്വസ്തർ, ലോയൽറ്റി എന്നൊക്കെ പറയും, ഇൻറ്റഗ്രിറ്റി. അപ്പോൾ അങ്ങനെയുള്ളവരാണ് പലരും ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത്. അപ്പോൾ അടുത്ത തലമുറ വരുമ്പോൾ അവരുമായിട്ട് ഒത്തുപോകാൻ ചില പ്രശ്നങ്ങൾ നേരിടാറുണ്ട്. അത് വളരെ ബുദ്ധിപൂർവ്വം നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതും കഴിഞ്ഞുള്ള അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ അവരുടെ വിദ്യാഭ്യാസം കൂടുതലാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ടെക്നോളജി, ഇപ്പോൾ കമ്പ്യൂട്ടറൈസേഷൻ വന്നപ്പോൾ ഞങ്ങളൊക്കെ അനുഭവിച്ചൊരു കാര്യമാണ്. ഇപ്പോൾ ഞാനൊക്കെ കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിൽ വളരെ മോശമായിരുന്നു. പക്ഷെ മാനസികമായിട്ട് നമ്മളതിന് തയ്യാറായി. ചെറുപ്പക്കാർ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനോട് നമ്മൾ ഇന്നിപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരുന്നു, പല മാറ്റങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ അതിനോടൊക്കെ നമ്മൾ തീർച്ചയായിട്ടും അനുകൂല നിലപാട് എടുത്താൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയും കൂടെ എൻ്റെ വീട്ടിൽ ഒരു ഫാമിലി ബോർഡ് മീറ്റിംഗ് നടത്തേണ്ടി വന്നു. കാരണം എനിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പോൾ അവർ അങ്ങനെ ഒരു പൂർണ്ണമായിട്ട് ബിസിനസ്സിലോട്ട് വരുമെന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. എന്നാൽ അതേസമയം കഴിവുകളുണ്ട്. എൻ്റെ മൂത്ത മകളുടെ ഉദാഹരണം ഞാൻ പറയാം. എനിക്ക് ഒരു മെഡിക്കൽ കോളേജിൽ ഫ്രീ സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളെ ഡോക്ടറാക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ അവൾ ഞാൻ അറിയാതെ സയൻസ് ഗ്രൂപ്പിൽ നിന്ന് കോമേഴ്സിലേക്ക് മാറി. സ്കൂൾ ഫസ്റ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കോമേഴ്സ് എടുത്താൽ നല്ലതല്ലേ, നമുക്ക് ബിസിനസ്സിലേക്ക് കിട്ടിയല്ലോ എന്നുള്ളത്. അത് നല്ല മാർക്കോടുകൂടി, സ്റ്റേറ്റ് റാങ്കോട് കൂടി തന്നെ പാസ്സായി ബികോമിന് അഡ്മിഷൻ കിട്ടി. അപ്പോൾ ബികോമിന് പോയി ചേർത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എനിക്ക് ലോ പഠിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിപ്പോൾ നാഷണൽ ടെസ്റ്റൊക്കെ എഴുതണം, ലോ ടെസ്റ്റ് എഴുതി പാസ്സാവുന്നതൊന്നും അത്ര എളുപ്പമല്ല, കുടുംബത്തിൽ ലോയേഴ്സ് ഇല്ല. പക്ഷെ അവൾ അതും റാങ്കോട് കൂടി പാസ്സായി ലോ പഠിക്കാൻ ചേർന്നു. അത് കഴിഞ്ഞ് എൻറോൾ ചെയ്യണമെന്ന് പറഞ്ഞു. ഹൈക്കോർട്ടിൽ ചെന്നൈയിൽ എൻറോൾ ചെയ്തു. അപ്പോഴാണ് പറയുന്നത് എഡിൻബറോയിൽ പോയിട്ട് MBA ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ലോ വിത്ത് MBA വളരെ നല്ലൊരു ഓപ്ഷനാണ്. അതിൻ്റെ ഇടയിൽ കല്യാണവും കഴിഞ്ഞു ഒക്കെ. പക്ഷെ ഇന്നിപ്പോൾ അവൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ അവൾ പെറ്റ് പോർട്രേറ്റ് ആർട്ടിസ്റ്റാണ്. പ്രൊഫഷണലി അവൾ പട്ടിയും പൂച്ചയും വരച്ച് വിറ്റ് കാശുണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ അവളോട് കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഇത് ചോദിച്ചുകൊണ്ടിരിക്കുക, നീ എന്തെങ്കിലും ഇത് നിർത്തുമോ? അപ്പോൾ അത് ചോദിക്കുന്നത് തന്നെ ദേഷ്യം വരും. കാരണം അത് യു ആർ ഇൻസൾട്ടിങ് മീ. കാരണം അത് ഇറ്റ്സ് നോട്ട് എ ഹോബി, ഇറ്റ്സ് എ പ്രൊഫഷൻ. അപ്പോൾ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ അതിലൂടെ ബിസിനസ് പഠിക്കുന്നുണ്ട്, നെഗോഷിയേറ്റ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്, ഡെസ്പാച്ച് ചെയ്യുന്നുണ്ട്, വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റമൈസ്ഡ് ആണ്. അപ്പോൾ ഇത് ഒരു അതാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. അതിൽ മരുമക്കളിൽ ഒരാൾ താല്പര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ആൾ മാനേജ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഭാവിയിൽ ഞാൻ ഇവരിൽ രണ്ടിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. കാരണം എനിക്ക് അങ്ങനെ വലിയ വളർച്ചയിലേക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഉള്ളത് നമ്മുടെ ആയിരക്കണക്കിന് പേര് ഇപ്പം തന്നെ ഉണ്ട്. അവരെ മാനേജ് ചെയ്യുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. അത് 10,000 ആക്കാൻ എനിക്ക് പേടിയുണ്ട്, താല്പര്യമില്ല. അപ്പോൾ ഉള്ളത് നല്ല രീതിയിൽ നടത്തുന്നു. പിന്നെ ഞാൻ ഔട്ട്സൈഡ് ഫണ്ടിങ്ങിന് പോയിട്ടില്ല, ബാങ്ക് ബോറോയിങ്സും ഇല്ല. സ്വന്തം ഫണ്ട് ഉപയോഗിച്ചാണ് ഞാൻ ഇതുവരെ വളർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആകെയുള്ളൊരു ഗുണം നവാസ് നേരത്തെ പറഞ്ഞ മാതിരി രാത്രിയിൽ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. യാതൊരു പ്രശ്നവുമില്ല. 1 രൂപ പോലും പിരിഞ്ഞു കിട്ടാനില്ല, 1 രൂപ പോലും എനിക്ക് കടവുമില്ല. അപ്പോൾ എൻ്റെ ടേൺ ഓവർ, എൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് അത് എൻ്റെ അസറ്റാണ്. ഞാൻ ആരോടും ഉത്തരം പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഔട്ട്സൈഡ് ഫണ്ടിങ് കൊണ്ടുവരാത്തത് കൊണ്ട് ആരോടും ഉത്തരം പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ കുടുംബത്തിൽ മാത്രം ചർച്ച ചെയ്ത് നമുക്ക് വ്യക്തിപരമായിട്ട് അതേസമയം വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു. പക്ഷേ ഇവർ പറയുന്ന 50,000 കോടിയിലേക്കൊന്നും ഒരു കാലത്ത് ഞാൻ എത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്.